ഹരേ കൃഷ്ണ. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് പണ്ടത്തെ മുനിമാർ അല്ലെങ്കിൽ അന്നത്തെ അറിവുള്ളവർ എന്ന് സ്വയം വിശേഷിപ്പിച്ചവർ എങ്ങനെ ആ അറിവ് അവർ നേടി എന്ന സത്യം. അവർ പറയുന്നു 20,000 വർഷമോ 30,000 വർഷമോ ഒറ്റക്കാലിൽ നിന്നും തപസ് ചെയ്ത് അവർ ഈ അറിവുകളെല്ലാം നേടി എന്നാണ്. വേദങ്ങളും ഉപനിഷത്തുക്കളും എഴുതാൻ അവർക്ക് ഈ അറിവുണ്ടായത് അവർ തപസ് ചെയ്ത് നേടി എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഇതൊരു മനോഹരമായ കള്ളമാണ്. ഒരാൾക്ക് തപസ് ചെയ്താൽ ഇത്തരം ഒരു അറിവ്, ഇത്രയധികം അറിവുകൾ തപസ് ചെയ്ത് ഒരാൾക്ക് നേടാൻ കഴിയും എന്നത് തെറ്റാണ്. അത് നമ്മൾ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അവർ ഒരു കള്ളം പറഞ്ഞു, നമ്മൾ അത് വിശ്വസിക്കാൻ ബാധ്യസ്ഥരായി തീർന്നു എന്നുള്ളതാണ്. അത്തരം കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുന്നവരെ ഒഴിവാക്കുകയാണ് നമ്മൾ വേണ്ടത്. നമ്മൾ ചിന്തിക്കണമെങ്കിൽ നമുക്ക് കണക്കിൻ്റെ സമവാക്യങ്ങൾ ആവശ്യമാണ്. അതായത് ലോകം കൃത്യമായി നിർവചിക്കപ്പെട്ടിരിക്കുന്നത് മനഃശാസ്ത്രവും കണക്കും ചേർന്നാണ്. അത് മലയാള ഭാഷയിലെ ഈ സങ്കരമാണ് നമുക്ക് ഉത്തരങ്ങൾ തരുന്നത്. അതായത് A=B, B=C, then A=C. ഈ കണക്കിൻ്റെ സമവാക്യം ഉപയോഗിച്ച് മാത്രമേ നമുക്ക് ചിന്തകളെ ചേർത്ത് വയ്ക്കാൻ സാധിക്കുകയുള്ളൂ. അതായത് മനഃശാസ്ത്രപരമായ അറിവും കണക്കിൻ്റെ പിൻബലവും ചേർത്ത് മാത്രമേ ചിന്തകളെ നമുക്ക് ചേർത്ത് വയ്ക്കാൻ സാധിക്കുകയുള്ളൂ. ഇതൊന്നുമില്ലാതെ തപസ് ചെയ്ത് അറിവ് നേടി എന്ന് പറയുന്നത് കള്ളമാണെന്ന് മനസ്സിലാക്കാൻ അറിവ് നമുക്കുണ്ടാവണം. ഉണ്ടായില്ലെങ്കിൽ അത് നമ്മുടെ തെറ്റാണ്. മുനിവര്യന്മാർ തപസ് ചെയ്ത് അറിവ് നേടി എന്ന് പറയുന്നത് പച്ചക്കള്ളമാണെന്ന് പറയാൻ ധൈര്യമില്ലെങ്കിൽ നമ്മെ ആ അറിവിൻ്റെ പേരിൽ അവർ കുരുക്കിയെടുത്ത് അവരുടെ വിശ്വാസ രീതികളെ അവലംബിക്കുന്ന വെറും വിഡ്ഢികളാക്കി മാറ്റാൻ ശ്രമിക്കും എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. മലയാളത്തിൻ്റെ കാലങ്ങളായി മലയാളികൾ സംസാരിച്ചു നേടിയ അറിവിനെ, അന്ന് വരമൊഴിയില്ലാതിരുന്ന ഭാഷയുടെ അറിവിനെ പകർത്തി എഴുതി അത് തപസ് ചെയ്ത് നേടിയതാണ് എന്ന് പറയുന്നത് പച്ചക്കള്ളമാണെന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. അത് പറയാൻ ആർജവം നമ്മൾ കാണിക്കണം. അത് മനസ്സിലാവണമെങ്കിൽ കുട്ടികളെ നമ്മൾ ഈശ്വരനിലേക്ക് വളർത്തുമ്പോൾ നമ്മൾ ആർജിക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ ചിന്തിക്കേണ്ടി വരുന്ന ചിന്തകളുടെ അടിസ്ഥാനം അല്ലെങ്കിൽ അതിൻ്റെ ആഴം എന്ന് പറയുന്നത് ഇപ്പോൾ വേദങ്ങളോ ഉപനിഷത്തുക്കളോ പറയുന്ന അറിവിൻ്റെ 10 ഇരട്ടിയോ അതിലധികമോ ആണ്. ഒരിക്കലും അത്തരം അറിവില്ലാതെ നമുക്ക് കുട്ടികളെ ഈശ്വരനിലേക്ക് എത്തിക്കാൻ സാധിക്കുകയില്ല. അതറിയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക വേദങ്ങളോ ഉപനിഷത്തുക്കളോ യഥാർത്ഥത്തിൽ സത്യം പറഞ്ഞിട്ടില്ല. ഇനിയും ആ സത്യങ്ങൾ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. വേദസാരമായി പറയപ്പെടുന്ന ഭഗവത്ഗീതയിൽ അവസാനം പറയുന്നത് എന്താണ്? നീ നിന്റെ കയ്യിലെ പൂവോ പുല്ലോ കായോ അല്ല, മനസ്സറിഞ്ഞ് എന്തോ നീ തന്നാലും ഞാൻ നിന്നിൽ സംപ്രീതനായിക്കൊള്ളാം എന്നാണ്. അതായത് കൈക്കൂലി വാങ്ങി സംപ്രീതനാവുന്ന ദൈവത്തെ ഭഗവത്ഗീത നമുക്ക് പറഞ്ഞു തരുന്നു. അത് തെറ്റാണെന്ന് പറയാൻ എന്തുകൊണ്ട് നമുക്ക് സാധിക്കില്ല? നീ നിന്റെ കയ്യിലെ പൂവോ പുഷ്പമോ കായോ മനസ്സറിഞ്ഞ് തന്നാൽ എന്ന് പറയുമ്പോൾ കയ്യിലുള്ളത് സ്വർണമാണെങ്കിൽ അതും വേണം എന്നൊരർത്ഥം അതിനുണ്ട്. അതായത് ദൈവത്തെ ആരാധിക്കുന്നവൻ ദൈവത്തിൽ സംപ്രീതനാവാൻ, ദൈവത്തിൽ നിന്നും സംപ്രീതി കിട്ടാൻ കൈക്കൂലി കൊടുക്കണം. ആർക്കാണ് കൊടുക്കുന്നത്? ദൈവത്തിനല്ല, ദൈവത്തിനെ പൂജിക്കുന്നു എന്ന് പറയുന്നവർക്ക്. അപ്പോൾ ദൈവത്തിനെ ഒരുക്കി നിർത്തുന്നവൻ, ദൈവത്തിനെ ആരാധിക്കാൻ വരുന്നവന്റെ കയ്യിൽ നിന്നും പണം പിടുങ്ങാൻ എഴുതി വച്ചിരിക്കുന്ന സൂത്രവാക്യങ്ങളാണ് ഭഗവത്ഗീതയിലുള്ളത്. ഇതെങ്ങനെ ദൈവത്തെ പറ്റി പറയുന്ന നല്ല കാര്യങ്ങളാവും? ഇതൊരിക്കലും ബിസിനസ്സിന് ഉപകരിക്കുന്നു എന്നുള്ളതല്ലാതെ യഥാർത്ഥത്തിൽ മനഃശാന്തി കിട്ടാൻ ഉപകരിക്കുന്നതല്ല. ഇത് പറയാൻ മലയാളിക്ക് സാധിക്കണം.
കാരണം മലയാളിയെ ചതിച്ചെഴുതി ഉണ്ടാക്കിയ ഇത്തരം എഴുത്തുകളെ അത് തെറ്റാണെന്ന് മലയാളി പറയുമ്പോൾ മാത്രമേ മലയാളി യഥാർത്ഥത്തിൽ മനുഷ്യനാവാൻ എന്നുള്ളൂ. അല്ലെങ്കിൽ അവൻ ഒരു അടിമയെ പോലെ, ഈ തെറ്റുകളെ അംഗീകരിക്കുന്ന അടിമയെ പോലെ തന്നെ കാലം മുഴുവൻ ജീവിക്കേണ്ടി വരും. യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഭഗവത്ഗീത ലോകത്തിലെ എല്ലാ മാനേജ്മെന്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും, അതായത് ബിസിനസ് മാനേജ്മെന്റ് പഠിപ്പിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളിലും സിലബസിന്റെ ഭാഗമാകുന്നത് എന്തുകൊണ്ട്? പണം പിടുങ്ങാൻ നല്ല രീതിയിലുള്ള തന്ത്രങ്ങൾ അതിൽ എഴുതി വച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട്, അല്ലാതെ ഈശ്വരനെ പറ്റി പറയുന്നു എന്നുള്ളത് കൊണ്ടല്ല. ഇത് മനസ്സിലാക്കുമ്പോഴാണ് ഇത് എന്തിനാണ് എഴുതി വച്ചിരിക്കുന്നത് നമ്മൾ ചിന്തിക്കേണ്ടി വരുന്നത്. യഥാർത്ഥത്തിൽ ഈശ്വരനെ പറ്റി മനസ്സിലാവാനല്ല ഇതൊന്നും എഴുതി വച്ചിരിക്കുന്നത്. ഈശ്വരന്റെ പേരിൽ ചൂഷണം ചെയ്യുന്നവരെ സഹായിക്കാൻ, ആ സഹായമാണ് യഥാർത്ഥത്തിൽ സംസ്കൃതം ചെയ്യുന്നത്. സംസ്കൃതം എന്ന ഭാഷ, ഇതുവരെ ആരും സംസാരിക്കാത്തൊരു ഭാഷ, എങ്ങനെ ഇത്ര അറിവുകൾ നേടി? അത് നമ്മൾ ചിന്തിക്കണം. മലയാളിക്ക് അടിസ്ഥാനപരമായി ഈ ലോകത്തിൽ ഇത്രയും അടിസ്ഥാനപരമായി അറിവുള്ള ഒരു ജനത ഇല്ലാതിരിക്കെ എങ്ങനെ സംസ്കൃതത്തിന്, സംസാരിക്കുന്ന ജനങ്ങളില്ലാത്തൊരു ഭാഷയ്ക്ക് അറിവുണ്ടായി? അതിൽ തന്നെ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ പറയുന്നു 73% മലയാളം ചേർന്നതാണ് സംസ്കൃതം. അപ്പോൾ മലയാള ഭാഷയിലെ പദങ്ങളെ മറ്റ് ചില അലങ്കാരങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് വേറൊരു ഭാഷ സൃഷ്ടിച്ച പോലെയാണ് സംസ്കൃതം എന്ന ഭാഷ നമ്മുടെ മുമ്പിൽ ചതിയുടെ രൂപമായി നിൽക്കുന്നത്. ഇതിനെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് സത്യം പറഞ്ഞു കൊടുക്കാൻ സാധിക്കില്ല, വിശ്വാസം ശരിയായ രീതിയിൽ എത്തിക്കാൻ സാധിക്കില്ല. ശ്രദ്ധിക്കൂ, മലയാളി എന്ന് സംസ്കൃതത്തെ ഉപേക്ഷിക്കുന്നു, അതോടുകൂടി ഈ ലോകത്ത് നിന്ന് സംസ്കൃതം വിട പറയും. പിന്നെ ഏത് ഭാഷക്കാർ സംസ്കൃതത്തെ ഉപയോഗിച്ചാലും സംസ്കൃതത്തിന് നിലനിൽപ്പില്ല. ഇതൊരു സത്യമാണ്. വേദമന്ത്രങ്ങൾ കൊണ്ട് ഒരു നേട്ടവും ഇവിടെ ആർക്കും ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണ് പൂജ ചെയ്തിട്ട് ഒരു നേട്ടവും ആർക്കും ഉണ്ടാകാത്തത്? വെറുതെ ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടായില്ല. ഇവിടുത്തെ പ്രശ്നങ്ങളോ ഇവിടുത്തെ ബുദ്ധിമുട്ടുകളോ തീർക്കാൻ ഒരു പൂജകൾക്കുമായിട്ടില്ല. എങ്കിൽ പൂജകൾക്ക് ഉപയോഗിക്കുന്ന മന്ത്രം വൃഥാവിലാണ്, അത് വിഡ്ഢിത്തമാണ്. മന്ത്രം ഇവിടെ ആവശ്യമില്ലാത്തതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മുനിവര്യന്മാർ വർഷങ്ങളോളം 20,000-ഓ 30,000-ഓ വർഷം തപസ് ചെയ്ത് നേടി ഈ അറിവുകൾ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് അത്ര നാൾ ജീവിച്ചിരുന്നവർക്ക് പിന്നൊരു 5,000 വർഷം കൂടി ജീവിച്ചിരുന്നുകൊണ്ട് നമ്മുടെ ഇടയിൽ വന്ന് ഞാൻ ഈ 20,000 വർഷമോ 30,000 വർഷമോ തപസ് ചെയ്ത് നേടിയതാണ് ഈ അറിവുകൾ, തെളിവുകളുണ്ട്, ഞാൻ തെളിയിച്ച് കാണിച്ചു തരാം, നിങ്ങൾക്കും വേണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും, അതുകൊണ്ട് ഇതിനെ നിങ്ങൾ വിശ്വസിക്കൂ എന്ന് പറയാൻ എന്തുകൊണ്ട് അവർക്ക് സാധിക്കുന്നില്ല? അപ്പോൾ അതൊരു കള്ളമാണ്. നമ്മുടെ അറിവുകളെ പകർത്തി എഴുതിയതിന് അവർ കാണിച്ച തന്ത്രം, അവർ തപസ് ചെയ്താണ് ഇതെല്ലാം നേടിയത്, അത് വിശ്വസിക്കാൻ നമ്മൾ തയ്യാറാവുമ്പോൾ ആ കള്ളം വിജയിക്കുന്നു. ഹരേ കൃഷ്ണ.